അപ്പോൾ എല്ലാവർക്കും OMKV കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, നല്ല പിടിയും കോഴിക്കറി. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. പല രീതിയിൽ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു OMKV സ്റ്റൈലിൽ നമ്മളതങ്ങനെ ഉണ്ടാക്കും. നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് ശരിയാക്കാൻ വേണ്ടി പോകണം. എഴുപ്പില്ലേ മറ്റേ OMKVയുടെ ലോഗോ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫിഷിങ് എന്നിങ്ങനെ എഴുതി കാണിക്കോട്ടെ. വേണ്ട നോക്കിക്കോ, വേണ്ട സൂപ്പറല്ലേ, എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന് എന്താ പറയുക, ചിക്കൻ ഒന്ന് വറുക്കാനായിട്ട് നമ്മൾ പുരട്ടി വെക്കാൻ വേണ്ടി പോണേ. അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട് പുരട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി അങ്ങനെ ഇട്ടില്ലെങ്കിലും സാരമില്ല. പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, രണ്ടും കൂടി ഒരു പാത്രത്തിലാണ് ഇട്ടിട്ടുണ്ട്, മസാലയിലുള്ള. പിന്നെ നമ്മൾ ഒരു നാരങ്ങ ഫുള്ള് പിഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മസാല എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ ഇതിൻ്റെ അകത്തിട്ട് പുരട്ടി നമ്മൾ വെക്കും കുറച്ച് നേരത്തേക്ക്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, നാരങ്ങ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കനും ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമ്മൾ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നതാണ്. സംഭവം ശരിക്കും പറഞ്ഞാൽ പിടിക്ക് ചെറിയ കഷ്ണമായിട്ടാണ് അരിയുന്നത്, നമ്മൾ വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞേക്കണം. ഞാൻ പറഞ്ഞില്ലേ ഒരു OMKV സ്റ്റൈൽ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ റെഡിയാണ്. അപ്പോൾ ഇതിഞ്ഞ് കുറച്ച് നേരം വെക്കണം. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ വറുക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ നല്ലോണം പിടിച്ച് സെറ്റാവും. ഒഴിച്ചോ അങ്ങോട്ട് ഒഴിയിടാൻ മുട്ടേ. കൊള്ളാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ വെള്ളം ചൂടാക്കി എടുത്തിട്ട് പൊടി വേറെ പാത്രത്തിലിട്ടാണ് നമ്മൾ പുരട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് വെള്ളത്തിലേക്ക്. ഉപ്പ് ഓക്കെ. അപ്പോൾ സംഭവം വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഇന്നെന്തായാലും തെറി കിട്ടാനുള്ള ലക്ഷണമുണ്ട്. സംഭവം പാത്രത്തിൻ്റെ അടിയിലൊക്കെ അരി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പൊടി ഉണ്ട്, അരിപ്പൊടിയാണ്. അത് നല്ലപോലെ വറുത്ത പൊടിയാണ് കേട്ടോ. ഈ പൊടിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പീര കൂടി ഇടുന്നുണ്ട്. കുറച്ച് ചെറിയ ജീരകം ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം, ചൂടുവെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനും ഒഴിക്കില്ല, കുറേശ്ശെ ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ വെള്ളം അധികമായി പോകും. അധികം വെള്ളമായി പോകരുത്. അപ്പോൾ കറക്റ്റായിട്ട് അതിങ്ങനെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടില്ല. അപ്പോൾ കുറച്ച് പൊടിയിൽ ഒഴിച്ചാലും നല്ലതാണ്. അപ്പോൾ കയ്യിൽ നല്ലോണം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. സംഭവം ഇത് കണ്ട, നമ്മൾ പൊറോട്ട അടിക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇതിങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ട പിടിക്കുന്നത്. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ പിടിക്കുള്ള മാവ് നല്ല അടിപൊളിയായിട്ട് ഞാൻ കറക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇപ്പോൾ നമ്മളെ തേങ്ങയുടെ ഉള്ളു പൊതിച്ച പോലെ ഇരിക്കുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പയ്യെ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് എണ്ണ തൂത്ത് ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, പൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ കയ്യിൽ അത്യാവശ്യം കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി എടുത്താൽ മതി.
സാധാരണ ശരിക്കും എല്ലാവരും കുറച്ച് ചെറിയ ഉണ്ടയാണ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത്തിരി നമ്മൾ വലുതായിട്ടാണ് ഉണ്ടാക്കിയേക്കണം, വലുതാക്കിയാണ്ട് മുറിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഇത് ഇത്ര കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസാണ്. ഈ സൈസിലാണ് നമ്മൾ ഉണ്ട ഉണ്ടാക്കുന്നത്. ഞാനിതെടുത്ത് മടിയിൽ വെക്കണതാണ്. അപ്പോൾ മടിയിലിരുന്ന് ഉണ്ടാക്കുന്നതായിരിക്കും ഇത്തിരി കൂടി സുഖം. സ്പീഡിലുണ്ടാക്കണം. ഉണ്ടയുടെ വലിപ്പം കൂടിയും കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ട ഉണ്ടാക്കി ശീലമില്ലാത്തതുകൊണ്ടാണ്. അതെ, ക്യാമറമാനും കുറച്ച് ഉണ്ട ഉണ്ടാക്കട്ടെ. മതി ക്യാമറ പിടിച്ച്, അല്ലെങ്കിൽ ഇന്ന് തീരില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ഉണ്ട കൂടി പിടിച്ച്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ലോണം ഉണ്ട പിടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിടിച്ച് അവസാനം ഇത് ഉണ്ടാവും. നമ്മൾ ഒരു പിടുത്തത്തിൽ തന്നെ 2 ഉണ്ടയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച്. അപ്പോൾ നമ്മുടെ ഉണ്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇരിക്കണതാണ് ഉണ്ട. ഇതിൽ ചെറിയ സൈസുള്ളത് അഖിലുണ്ടാക്കിയത്, ഇതുണ്ട് സ്ക്വയർ പോലത്തേക്ക് അഖിലുണ്ടാക്കിയത്. ഉണ്ട വലിയ സൈസൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം, തേങ്ങാപ്പാലൊഴിച്ച് വേവിച്ചെടുക്കാം. അതെ, ഈ വെയിൽ വന്നതിനനുസരിച്ച് നമ്മൾ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിക്ക് മുമ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചോടത്ത് വെയിൽ വന്നു. അപ്പോൾ ഇനി ഇവിടെ വെയിൽ വരുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിച്ച് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പിടി ഒന്ന് ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാലിലാണ് നമ്മൾ പിടി വേവിച്ചെടുക്കണം. കുറച്ച് തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. 2ാം പാലാണ്. 2ാം പാലാണ് നമ്മൾ എടുത്തേക്കണം. നമ്മുടെ പിടി അതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. ഇനിയും ഒരുപാട് പണിയുണ്ട് നമുക്ക്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങ് വെക്കണേന്. ആഹാ, അടിപൊളി, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ വറുക്കണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. പിടി റെഡിയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടി പോകണാണ്. അപ്പോൾ പാത്രം കുറവായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള പാത്രത്തിലേക്കാണ് വെച്ചോണ്ടിരിക്കണം. അപ്പം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം റെഡിയാക്കി വെച്ച ചിക്കൻ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് വറുക്കാൻ വേണ്ടി പോകണം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വലിയ പീസാണ് എടുത്തേക്കണത്. സാധാരണ ഇതിന് ചെറിയ പീസാണ് എടുക്കാറുള്ളത്. പിന്നെ അങ്ങനെ അധികം ആരും വറുത്തും വെക്കാറില്ല. നമ്മൾ വറുത്താണ് ഇത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അധികം നമ്മൾ മൊരിച്ച് കളഞ്ഞാൽ കടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലൈറ്റായിട്ട് നമ്മൾ നല്ല രീതിയിൽ മൊരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോരി മാറ്റുന്നതാണ്. ചിക്കൻ കാല് നമുക്ക് ഇങ്ങനെ കടിച്ച് പറിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടേക്കണം. ഇത് കണ്ടോ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ക്യാമറമാനും എനിക്കും തിന്നണമെന്നൊക്കെ ആഗ്രഹം വരും. പക്ഷെ ഞാൻ തിന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഐറ്റംസ് അങ്ങോട്ട് തട്ടിയേക്കാം. തീ കുറവാണ്, അതാണ് സൗണ്ട് കേൾക്കാത്തത്.
ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിടണേന്. അത്യാവശ്യം അടി മുരിഞ്ഞിട്ടുണ്ട്. അധികം നമ്മൾ മുരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ കൂടി ഇങ്ങോട്ട് പോരണേന്. തീ ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം. നല്ല പൊക്കയാണ്. കറി വെക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കുന്നത് ചട്ടിയിലാണ്. അത് നമ്മൾ ചട്ടിയിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാള ഇടുന്നതാണ്. അപ്പോൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. കാര്യം നമ്മൾ ചിക്കനും പിടിക്കും എല്ലാത്തിനും ഉപ്പിട്ടിട്ടുണ്ട്. അത് കുറച്ചേ ഇടുള്ളൂ. വേണമെങ്കിൽ നോക്കിയിട്ടിടാം. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളക്, വേപ്പല സവാളയിലേക്ക് ഇടണേ. സവാള വാടിയിട്ടുണ്ട് നൈസായിട്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് അതും കൂടി ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇത്തിരി കൂടുതലാണ് ഇടണം. കറിക്ക് അത്യാവശ്യം കളറൊക്കെ വേണം. അപ്പോൾ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി കുറച്ച് മസാലപ്പൊടി. മസാല ഗരം മസാലയാണ്. നല്ലപോലെ ഇടിച്ച് നമ്മൾ പൊടിച്ചെടുത്ത സാധനം. അപ്പം മസാലപ്പൊടിയും കൂടി അങ്ങോട്ട് ഇടണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് അടിപൊളിയാക്കി എടുക്കണം. ഓക്കെ, മസാല നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലപ്പാൽ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. തലപ്പാൽ ഒഴിച്ച് ഇതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടൊന്ന് നൈസായിട്ടൊന്ന് വേവിച്ചിങ്ങനെ എടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ വറുത്തത് ഇത് കണ്ട അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കനൊന്ന് ഇതിൻ്റെ അകത്തൊന്ന് ഇട്ടിട്ടൊന്ന് നൈസായിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ചിക്കനെല്ലാം ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ ഇങ്ങനെ നല്ലപോലെ ഇതിലേക്ക് മിക്സ് ചെയ്താലേ നമ്മുടെ ഗ്രേവിയും സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ലോണം തിളക്കുന്നുണ്ട്. അധികം തിളപ്പിച്ച് കളയണ്ട, നൈസായിട്ട് തിളച്ചാൽ മതി. ഓക്കെ, അത്യാവശ്യം നല്ലപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റാനായിട്ടുണ്ട്. ഇനി അധികം തിളപ്പിച്ച് കളയണ്ട. അടിപൊളിയായിട്ടുണ്ട്. എന്താ ഒരു കളറ്! ഓഫ്, എൻ്റെ സാറേ പൊളിച്ചട്ടാ. നല്ല അടിപൊളി മണവും വന്നുണ്ട്. അപ്പോൾ ഇവനങ്ങോട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് പിടിയുടെ പരിപാടി നോക്കാം.
ഓക്കെ, അപ്പം നമ്മുടെ പിടിയും കോഴിക്കറിയും റെഡിയാണ്. അപ്പോൾ സാധാരണ പിടി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് കഴിക്കണം. നമ്മൾ പാത്രത്തിലേക്കൊന്നും മാറ്റണില്ല, നമ്മൾ ചട്ടിയിലേക്ക് തന്നെ തട്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ചിക്കൻ ഒന്ന് പയ്യൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ചിക്കൻ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, ചിക്കൻ സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരികിലേക്ക് നമ്മുടെ പിടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ പിടി അങ്ങോട്ട് ഇടുന്നതാണ്. അപ്പം 1 2. അപ്പോൾ ഈ സംഭവത്തിൻ്റെ കളറ് കണ്ട, നല്ല അടിപൊളി കളറാണ്. മുഴുവൻ ഇട്ടില്ല, കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിടി കോഴിക്കറി. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പാത്രത്തിലിട്ട് കഴിക്കലാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ പിടി കോഴിക്കറിയും കൂടി രണ്ടും അങ്ങോട്ട് മിക്സ് ചെയ്യും. അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് അങ്ങോട്ട് വാരി അകത്ത് തിന്നുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നോക്കിന്നോട്ടാ, ഭയങ്കര മിക്സിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ പിടി ഉണ്ട ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അത്ര പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക നല്ലോണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അതെങ്ങനെയുണ്ട്, എനിക്ക് തോന്നുന്നു അതായിരിക്കും സൂപ്പറെന്ന് തോന്നുന്നു. ഉഫ്, എൻ്റെ പൊന്നെ, പൊളി പൊളി. കാണാൻ തന്നെ എന്താ ഐശ്വര്യം, ഒന്നും പറയാനില്ലടാ. സ്ഥിരം പറയുന്ന ഡയലോഗാണ്, പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനമില്ല. ഒന്നും പറയാനില്ല സാറേ, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഇത് കോരി എടുത്തിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ സംഭവം അങ്ങോട്ട് കോരി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടി പോകണം. കൊള്ളാം, നല്ല സംഭവം രസമായിരിക്കും. അധികം ഇട്ട് ഞാൻ നിങ്ങളെ ഇതാക്കുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ കുറച്ചിട്ടിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പം ഞാൻ ആദ്യം നമ്മുടെ പിടി ഉണ്ട അതാദ്യം കഴിച്ച് നോക്കാം. പിടിയുണ്ട ഓക്കെയാണ്. നമ്മുടെ ആ ഒരു ചാറൊക്കെ പേരിട്ടുണ്ടപ്പോൾ അവൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്, സൂപ്പറാണ്. ഇനി നമ്മുടെ ചിക്കൻ കാല് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കാല് പെരണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കടിച്ച് തിന്നോളെ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലടാ എൻ്റെ പൊന്നോ. ഇങ്ങനെയൊക്കെ തിന്നും നിങ്ങളൊക്കെ കൊതിപ്പിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളിത് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് ഒരുമിച്ച് ഇതേപോലെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കി തരാം, ഉണ്ടാക്കി കാണിക്കാം, എന്നിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റൂല. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വന്നിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, എൻ്റെ പേരെന്താണ്? പിടിയും കോഴിക്കറി. സോറി കേട്ടോ, മറന്നുപോയി, ടെൻഷൻ. ഇതിങ്ങനെ എടുത്തിട്ട് നീ ചട്ടിയിൽ പോയി അതും എടുത്തു, ചട്ടിയും കൂടി കാണിച്ചോളൂ. ഓക്കെ, ബൈ.